അനധികൃത ഫ്ലക്സ് സ്ഥാപിക്കലിൽ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാനത്തെ എല്ലായിടത്തും പ്ലാസ്റ്റിക് ബോർഡുകളും കൊടികളും നിറഞ്ഞെന്ന് കോടതി. തദ്ദേശ സെക്രട്ടറിമാർക്ക് പേടിയാണെങ്കിൽ പണി അവസാനിപ്പിച്ച് പോകണമെന്നും കോടതി വിമർശിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ഫ്ലക്സ് ബോർഡ് വിഷയം ഇത് എത്രയോ തവണയായി ഹൈക്കോടതിയുടെ മുൻപിൽ വരികയാണ്. എന്താണ് ഇന്ന് ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞു വെക്കുന്നത്? സംസ്ഥാനത്ത് അനധികൃതമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് കാലാകാലങ്ങളായിട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും അവയൊക്കെ തന്നെ പ്രാവർത്തികമാകാത്ത ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് എല്ലായിടത്തും പ്ലാസ്റ്റിക് ബോർഡുകളും കൊടികളും നിറഞ്ഞെന്നാണ് ഹൈക്കോടതി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ച സമയത്ത് വിമർശിച്ചിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ബോർഡുകളും കൊടികളും സ്ഥാപിക്കുന്നുണ്ട്. എന്നിട്ട് സ്വച്ഛ് ഭാരതും നവകേരളവും പറയാൻ വരുതെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സെക്രട്ടറിമാർക്ക് പേടിയാണെങ്കിൽ പണി അവസാനിപ്പിച്ച് പോകണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, കൊച്ചി നഗരത്തിൽ നേരത്തെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഈ അനധികൃതമായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. അതിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായി. ദേശീയ നേതാവ് കൊച്ചിയിൽ വന്നതിന്റെ പേരിൽ കുറെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ കേസെടുത്തോ എന്നാണ് ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചത്. എഫ്ഐആർ ഹാജരാക്കാനും ഹൈക്കോടതി നിലവിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ ഇന്നും ബോർഡ് വെച്ചിട്ടുണ്ട്. അത് വെച്ചത് ആരാണെന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചോദ്യമുണ്ടായി. ഏത് ഏജൻസി ആണെങ്കിലും അവരെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മൊത്തത്തിൽ ഇന്ന് കൊച്ചിയിൽ കണ്ടെത്തിയിട്ടുള്ളത് 248 അനധികൃത ബോർഡുകളാണെന്നാണ് കൊച്ചി കോർപ്പറേഷൻ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഈ ബോർഡ് ആരാണ് വെച്ചതെന്ന് കണ്ടെത്തണമെന്നും ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കാര്യത്തിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അനധികൃത ബോർഡുകൾ വെച്ചതിന്റെ പിഴ ഈടാക്കി എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. എഫ്ഐആർ അടക്കം ഹാജരാക്കാനും ഹൈക്കോടതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. കാലങ്ങളായിട്ട് ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഈ അനധികൃതമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ നടപടിയെടുക്കാനായിട്ട് തദ്ദേശ വകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിമർശനം. വീണ്ടും രാത്രികാലങ്ങളിൽ ബോർഡുകൾ വെക്കപ്പെടുന്നു എന്നുള്ളതാണ് കോർപ്പറേഷൻ അറിയിച്ചത്. പക്ഷേ അതെന്തുകൊണ്ട് അതിൽ ഒരു ഇടപെടൽ നടപടി ഒക്കെ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതി മറുചോദ്യമായിട്ട് ഉന്നയിച്ചത്. എന്നാൽ ഈ വിഷയം ഗൗരവത്തോടുകൂടി തന്നെ കാണുമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിലപാട്. ഓക്കെ രേഷ്മ.